ലങ്കയുടെ ആദ്യ ഇടതുപക്ഷ പ്രസിഡന്റാകാൻ അനുരാഗ് കുമാര ദിസനായക. ചരിത്രത്തിൽ ആദ്യമായി നടന്ന രണ്ടാം റൗണ്ട് വോട്ടെണ്ണലിലും ദിസനായക മുന്നിൽ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫലം അല്പസമയത്തിനകം. ശിരൂർ ദൌത്യം 10 ദിവസത്തേക്ക് കൂടി തുടരുമെന്ന് ജില്ലാ ഭരണകൂടം. തെരച്ചിലിനായി മേജർ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം നാളെ എത്തും. ജില്ലാ ഭരണകൂടവുമായുള്ള ഭിന്നതയെ തുടർന്ന് ദൌത്യത്തിൽ നിന്ന് പിന്മാറി മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ. 3-ാം ദിന തെരച്ചിൽ അവസാനിച്ചപ്പോൾ അർജുന്റെ ട്രക്കിന്റേതായി ഒന്നും കണ്ടെത്താനായില്ല. PV അൻവർ തിരുത്തണമെന്ന് CPIM. പരസ്യ പ്രസ്താവനയോട് യോജിക്കാൻ കഴിയില്ലെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതിൽ നിന്ന് പിന്തിരിയണമെന്നും നിർദ്ദേശം. അൻവറിന്റെ നിലപാട് ശത്രുക്കൾക്ക് ആഹ്ലാദിക്കാൻ വഴിയൊരുക്കിയെന്ന് A. വിജയരാഘവൻ. മുഖ്യമന്ത്രിയും തള്ളിപ്പറഞ്ഞതോടെ PV അൻവറിന്റെ അടുത്ത നീക്കത്തിൽ ആകാംക്ഷ. അൻവറിന് രാഷ്ട്രീയ വഴി തുറക്കേണ്ടെന്ന നിലപാടിൽ UDF. അൻവറിനെ ക്ഷണിച്ച പ്രാദേശിക നേതൃത്വത്തെ തള്ളി PK കുഞ്ഞാലിക്കുട്ടി. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട്. ബോധപൂർവമായ ഗൂഢാലോചനയോ അട്ടിമറിയോ ഉണ്ടായിട്ടില്ല. ഏകോപനത്തിൽ കമ്മീഷണർ അങ്കിത് അശോകന് വീഴ്ച പറ്റിയെന്നും ADGPയുടെ റിപ്പോർട്ട്. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് VS സുനിൽകുമാർ. നടൻ സിദ്ദിഖിനെതിരായ ലൈംഗികാരോപണ പരാതിയിൽ കൂടുതൽ തെളിവുകൾ. പരാതിക്കാരുടെ മൊഴി ശരിവെക്കുന്ന തെളിവുകൾ പുറത്ത്. ശക്തമായ സാക്ഷിമൊഴികൾ ഉണ്ടെന്നും പോലീസ്. ISL ഫുട്ബോളിൽ ആദ്യ ജയം തേടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. 2-ാം മത്സരത്തിൽ എതിരാളികൾ ഈസ്റ്റ് ബംഗാൾ. മത്സരം അല്പസമയത്തിനകം കൊച്ചി കലോൾ സ്റ്റേഡിയത്തിൽ.